നമസ്കാരം, കൃഷി ദർശനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ കൃഷിഭവന് കീഴിലുള്ള കോടൻകര എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീ രാജൻ തോമസിന്റെ കൃഷി വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് രാജൻ തോമസിന്റെ കുടുംബം. സമ്മിശ്ര കൃഷിയുടെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് കാർഷിക വിജയത്തിന് പുതിയ മാനം നൽകിയ രാജൻ തോമസ് തിരുവനന്തപുരം ജില്ലയിലെ കോടങ്കര എന്ന ഗ്രാമപ്രദേശത്തിന് മാതൃകാ കർഷകനാണ്. അച്ഛനായ തോമസിനെ വെറ്റില കൃഷിയിൽ സഹായിച്ചുകൊണ്ടാണ് കാർഷിക രംഗത്തേക്ക് രാജൻ തോമസ് കടന്നു വന്നത്. ആ യാത്ര വിവിധ കൃഷികളിലൂടെ 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സഫലമായ കാർഷിക ജീവിതം നൽകിയ സംതൃപ്തി ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ 30 വർഷം കൊണ്ട് കൃഷി രംഗത്ത് നിൽക്കുകയാണ്. എൻ്റെ കൂടുതലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ വാഴ, കോഴി വളർത്തൽ, തേനീച്ച കൃഷി, ഇതൊക്കെ ഉണ്ട്. എൻ്റെ 2.5 ഏക്കറോളം ഞാൻ പാട്ടത്തിനാണ് കൃഷി ചെയ്യുന്നത്. അതിൽ കൂടുതലും വാഴയാണ് കൂടുതൽ നട്ടിരിക്കുന്നത്. നേന്ത്രവാഴ, പാളയംകുടം, പൂങ്കൊള്ളി, അതോടൊപ്പം പാട്ടകൃഷിയിൽ വെള്ളരി, വെണ്ട കൃഷി ചെയ്തു വരുന്നു. വീട്ടു വളപ്പിൽ എനിക്ക് 30 സെൻറ് ഉണ്ട്. അതിൽ ഞാൻ കൂടുതലും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ വൈഫ്, എൻ്റെ 2 പിള്ളേരും കൂടെ സഹായിക്കും. ഇതിൻ്റെ ആദായം കൊണ്ട് തന്നെ എൻ്റെ 2 പിള്ളേരെ ഞാൻ വിദ്യാഭ്യാസം ചെയ്തു. മൂത്തവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇളയവൻ പോളിടെക്നിക്കിൽ ഇപ്പം പഠിക്കുന്നുണ്ട്. വീട്ടുവളപ്പിലെ കൃഷിയുടെ ചുമതല പ്രധാനമായും ഭാര്യ ശോഭയ്ക്കാണ്. KSRTC മെക്കാനിക്ക് കൂടെയായ രാജൻ തോമസിന്റെയും വിദ്യാർത്ഥികളായ അനീഷ് രാജിന്റെയും അഖിൽ രാജിന്റെയും അസാന്നിധ്യത്തിൽ മിക്കവാറും ഈ വീട്ടമ്മ കൃഷിയിടത്തിൽ തന്നെയായിരിക്കും. വർഷത്തോളമായി വീട്ടിലെ ടെറസിൽ ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി രീതി തുടങ്ങിയിട്ട് കോഴിക്കാഷ്ടം, ചാണകപ്പൊടി എന്നിവ മാത്രമാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. വരുമാനം നമുക്ക് വീട്ടാവശ്യത്തിന് പോയിട്ട് വീടുകളിൽ നിന്നും വരുന്നുണ്ട് പച്ചക്കറികൾ വാങ്ങാനായിട്ട്. ശരിക്കും പുറത്തൊന്നും വാങ്ങാതെ നമുക്ക് ഇവിടുത്തെ പച്ചക്കറി തന്നെയാണ് സെയിൽസ് കൂടുതലും ജൈവവളം ഉപയോഗിച്ചുള്ള പച്ചക്കറികളാകുമ്പോഴത്തേക്ക് ആളുകൾ അത് തന്നെയാണ് കൂടുതലും വാങ്ങുന്നത്. പടർന്നു കയറിയ വള്ളികളിൽ നിറഞ്ഞു നിൽക്കുന്ന പാവലും കാബേജ്, കത്തിരി, ചീര, പച്ചമുളക്, തക്കാളി തുടങ്ങിയ പച്ചക്കറികളും കാഴ്ചക്കാരന്റെ കണ്ണിന് കുളിര് പകരുന്നു. മട്ടുപാവ് കൃഷിയിൽ സർവ്വസാധാരണമല്ലാത്ത മഞ്ഞളും ഇഞ്ചിയും രാജൻ തോമസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മട്ടുപാവിലെയും 30 സെന്റ് വീട്ടുവളപ്പിലെയും കൃഷി പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ്. വേപ്പില പിണ്ണാക്ക്, പുകയില കഷായം, സോപ്പ് ലായനിയും കാന്താരിമുളകും ചേർന്ന മിശ്രിതം തുടങ്ങിയ ജൈവ പദാർത്ഥങ്ങൾ മാത്രമേ കീടനാശിനിയായി ഉപയോഗിക്കാറുള്ളൂ. ഇത് നേരിട്ടറിയുന്ന നാട്ടുകാർ തന്നെയാണ് ഇവരുടെ ഉപഭോക്താക്കൾ. വിഷലിപ്തമാകാതെ പരിപാലിച്ചവയായതിനാൽ വിപണി വിലയിൽ നിന്ന് ഒരൽപ്പം കൂടിയ വിലയ്ക്കാണ് ഇവർ പച്ചക്കറികൾ വിറ്റഴിക്കാറ്. വ്യത്യസ്തമായ കൃഷിരീതികൾ കൊണ്ട് ഈ ചെങ്കൽ കൃഷിഭവനിലെ ഏറെ പ്രശസ്തനായ ഒരു മാതൃകാ കർഷകനാണ് ശ്രീ രാജൻ തോമസ്. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കൃഷിഭവൻ സന്ദർശിക്കുകയും കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻ്റ് എന്ന നിലയിൽ എൻ്റെയും കൃഷി ഓഫീസറുടെയും ഉപദേശങ്ങൾ തേടുകയും അങ്ങനെ ആ ഉപദേശപ്രകാരം നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്ന മാതൃകാപരമായ ഒരു കൃഷിക്കാരനാണ് രാജൻ തോമസും കുടുംബവും. വീട്ടുവളപ്പിലെ വിവിധയിനം വാഴകൾക്കു പുറമെ തേനീച്ചക്കൂടുകളും ഒരുക്കിയിട്ടുണ്ട്. പാരമ്പര്യ തൊഴിലായ വെറ്റില കൃഷി പുനരാരംഭിക്കാനായി നിലമൊരുക്കിയിരിക്കുകയാണ് രാജൻ തോമസ്. നിത്യവരുമാനത്തിൽ മുട്ടക്കോഴികൾക്കുള്ള പങ്ക് ഇദ്ദേഹം പ്രത്യേകം അനുസ്മരിച്ചു. ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസറും പുറത്തുനിന്നു തന്നെ മുട്ട ശേഖരിക്കാനുള്ള സംവിധാനവുമുള്ള കൂട്ടിൽ 150 മുട്ടക്കോഴികളെ വളർത്തുന്നു.
ശരാശരി 70 മുട്ടകൾ വച്ച് ദിനംപ്രതി ലഭിക്കാറുണ്ട്. കോഴി മാലിന്യം ഉപയോഗിക്കുന്ന ഒരു ബയോഗ്യാസ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. കൂടാതെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കായും തയ്യാറാക്കിയിട്ടുണ്ട്. ചെങ്കൽ കൃഷിഭവൻ അധികൃതരുടെ ഭവന സന്ദർശനവും നിർദ്ദേശങ്ങളും രാജൻ തോമസിന് ഏറെ പ്രയോജനപ്രദമാണ്. ഈ പ്രദേശത്ത് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടിൽ ജോലിയുണ്ട്. അദ്ദേഹം ജോലിക്ക് പോകുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ അവരാണ് ഏറ്റവും കൂടുതൽ ഈ കൃഷിയെ ശ്രദ്ധിക്കുന്നത്. പച്ചക്കറിയുണ്ട്, വാഴയുണ്ട്, വെറ്റിലയുണ്ട്, പിന്നെ തെങ്ങുണ്ട്. വാഴ എന്ന് പറയുമ്പോൾ വിവിധ വെറൈറ്റിയിൽപ്പെട്ട വാഴകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കോഴിക്കൃഷി, മാതൃകാപരമായ കോഴിക്കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ജൈവ കോഴി എന്നുള്ള നിലയ്ക്കാണ് അത് ആ കൃഷി ചെയ്യുന്നത്. അതുപോലെ പച്ചക്കറി ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടു, ടെറസിലെ കൾട്ടിവേഷൻ. രാസവളമോ രാസകീടനാശിനികളോ ഉപയോഗിച്ച് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന കർഷകർക്ക് ലഭിക്കുന്ന അതേ വില മാത്രമേ ഈ നല്ല രീതിയിൽ ജൈവം മാത്രം ഉൽപ്പാദിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന കൃഷിക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട്, ഒരു ആശങ്ക ഇവരുടെ മനസ്സിലുണ്ട്. അവർക്ക് കൂടുതൽ വില ലഭിക്കണം എന്ന് ഇവർ പരാതിപ്പെടാറുമുണ്ട്. ഇതിനൊരു പ്രത്യേകത കൊടുത്ത് അതിന് ഒരു ആകർഷണീയമായ രീതിയിൽ ഇത് 100% ജൈവമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഒരു പ്രത്യേക പാക്കറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും. അത് കുറച്ചുകൂടി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ജലസേചനം സംബന്ധിച്ചുള്ള ഇഷ്ടംപോലെ കുളമുണ്ട്, തോടുകളുണ്ട്. അങ്ങനെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വരാറില്ല. പിന്നെ ചാനലുണ്ട്. വേനൽക്കാലമാകുമ്പോൾ ചാനലിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാണുന്ന ഈ പച്ചപ്പും ഈ കൃഷി രീതി ഇത്രയും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതാണ് എനിക്ക് ഈ മേഖലയെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ കോഴിക്കൃഷി, ജൈവകൃഷി ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു മുട്ടയ്ക്ക് 6 രൂപ അവർക്ക് വില കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 65-70 മുട്ട വരെ ഒരു ദിവസം ലഭിക്കുന്നുണ്ട്. എങ്ങനെ പോയിരുന്നാലും ഒരു ദിവസം ആ മുട്ട കോഴിക്കൃഷിയിൽ തന്നെ ഒരു 100-150 രൂപ അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ തന്നെ സ്ഥിരമായി ഇവിടെ ചെയ്യുന്നത് പാവൽ ചെയ്യുന്നുണ്ട്, മുളക്, പച്ചമുളക്, ചീര. ഈ ടെറസിൽ എപ്പോഴും വന്ന് നോക്കിയാലും ഈ പയർ കാണും. ഇന്ന് ആ പയർ കുറവാണ്. പയർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ആ ഇഞ്ചിയും ഇതൊക്കെ കുറച്ച് വെച്ചേക്കുന്നത്. മറ്റേത് മേഖല എടുത്ത് നോക്കിയിരുന്നാലും കുറച്ച് തരിശുഭൂമി കാണും, കുറച്ച് സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കും. ഒരു അലസതയോടെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാകും. ആ കൃഷിഭൂമി കാണാം. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് അങ്ങനെ ഒന്നുമില്ല. 1 ഇഞ്ച് ഭൂമി പോലും ഒരിടത്തും തരിച്ചിടാതെ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണിത്. അതുപോലെ ഏത് വീട്ടുവളപ്പിൽ നോക്കിയാലും 10 മൂട് വാഴയോ 10 പച്ചക്കറിയോ നിർബന്ധമായി ഉണ്ടാകുമെന്നുള്ളത് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ചെങ്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ അനുഗ്രഹീയമായ ഒരു വിഷയമാണ്. വളരെ അനുഗ്രഹമായ ഒരു സംഭവമാണ്. വീട്ടുവളപ്പിന് പുറമെ 2.5 ഏക്കർ പാട്ടഭൂമിയിലും വാഴ കൃഷി നടത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളതിനാൽ നിലവിലുള്ള എല്ലാ വാഴകളും ഇൻഷുർ ചെയ്തിട്ടുള്ള രാജൻ തോമസ് വാഴ കൃഷിയിൽ തന്നെ സഹായിക്കാൻ ഒരു സ്ഥിരം പണിക്കാരനെയും ഒപ്പം കൂട്ടി. BFPCKയുടെ സംഭരണ വിപണന കേന്ദ്രം വഴിയാണ് വാഴക്കുലകൾ പ്രധാനമായും വിറ്റഴിക്കാറുള്ളത്. ജമുന പ്യാരി ഇനത്തിൽപ്പെട്ട ആടുകൾ മാത്രം ഉൾപ്പെട്ട ഒരു ആടു വളർത്തൽ കേന്ദ്രം രാജൻ തോമസിന്റെ സ്വപ്ന പദ്ധതിയാണ്. മരങ്ങൾ അതിരിട്ട നാട്ടുവഴികളിലൂടെ മടക്കയാത്ര നടത്തുമ്പോൾ കൃഷിദർശൻ സംഘം സംതൃപ്തരായിരുന്നു. മണ്ണിന്റെ മനസ്സറിഞ്ഞ ഒരു കർഷകനെ കൂടെ പരിചയപ്പെടുത്താൻ കഴിയുന്നതിൽ. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാം. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് സുന്ദർരാജ്.
22 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് അതിലാണ് സുന്ദർരാജ് കൃഷി ആരംഭിച്ചത്. പടവലവും വെള്ളരിയുമാണ് പ്രധാന കൃഷി. ഇതിനോടൊപ്പം തന്നെ ഇടവിളയായി ചീരയും കൃഷി ചെയ്യും. പ്രധാന ഇനമായ പടവലം നടുന്നതിനു മുമ്പ് അടിവളമായിട്ട് ജൈവവളവും പച്ചിലവളവും ഇടുന്നു. വിത്ത് നട്ട് 45-ാം ദിവസം മുതൽ വിളവ് ലഭിച്ചു തുടങ്ങും. ഒരു സീസണിൽ ഏകദേശം 1000 കിലോ പടവലം ഇവിടെ ലഭിക്കുന്നുണ്ട്. ചെടികളുടെ പ്രധാന കീടമായ ഇല ചുരുട്ടി പുഴുവിനെ തുരത്താനായി പുകയില, ഗോമൂത്രം എന്നിവയുടെ മിശ്രിതമുണ്ടാക്കി ചെടികളിൽ തളിക്കുന്നു. ഇതുകൂടാതെ കൃഷിയിടത്തിൽ പല സ്ഥലത്തായി പഴക്കിണിയും സ്ഥാപിച്ചിട്ടുണ്ട്. പടവലത്തിന്റെയും വെള്ളരിയുടെയും പരിപാലനത്തിനായി ഭാര്യയും മക്കളും സുന്ദർരാജിനെ സഹായിക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ നിത്യജീവിതത്തിനായി റബ്ബർ വെട്ടാനും ഇടയ്ക്കിടെ പോകാറുണ്ട്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിക്കായി ഒരു ചെറിയ അടുക്കളത്തോട്ടവും വീടിനോട് ചേർന്ന് സുന്ദർരാജ് ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിലെ കൃഷിയാണ്. പിന്നെ കൃഷി ഭവനിൽ നിന്നും സഹായിക്കുന്നുണ്ട്. മക്കളും ഭാര്യയും എല്ലാവരും കൂടെയാണ് നമ്മൾ കൃഷി ചെയ്യണത്. മാമനും എല്ലാവരും കൃഷിക്കാരാണ്. അപ്പോൾ അത് കണ്ടാണ് ഞാൻ കൊച്ചിലെ പഠിച്ചു തുടങ്ങി. അങ്ങനെ 22 സെന്റ് പാട്ട ഇപ്പോൾ ഉണ്ട്. അല്ലാതെ പണ ഒരു 50 സെന്റോളം ഉണ്ട്. പിന്നെ സ്വന്തം പെരയുടെ 20 സെന്റ്. ഇതിൽ ഈ ചേന ഉണ്ട്, കത്തിരി ഉണ്ട്, വഴുതലങ്ങ ഉണ്ട്, ഇഞ്ചിയുണ്ട്, പടവലം, വെള്ളരി, പാവല്, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതിനു പുറമെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാലിനായി ആടുകളെയും സംരക്ഷിച്ചു പോരുന്നു. ആടിന് മുഖ്യമായും പുളിയരി, പരുത്തിപ്പിണ്ണാക്ക് എന്നിവയാണ് ഭക്ഷണമായി കൊടുക്കുന്നത്. ഇതുകൂടാതെ കൃഷിയിടത്തിലെ കള കഴുകി കൊത്തിയരിഞ്ഞ് ആടിനും കോഴിക്കും കൊടുക്കാറുണ്ട്. ആടുകളിൽ നിന്നും കോഴികളിൽ നിന്നും ലഭിക്കുന്ന വിസർജ്യം മറ്റ് പച്ചക്കറി കൃഷിയുടെ പ്രധാന വളമായി ഉപയോഗിക്കുന്നു. വീട്ടാവശ്യത്തിനുള്ള മുട്ടയ്ക്കായി കോഴികളെ ഇവിടെ പരിപാലിച്ചു പോരുന്നു. പ്രതിമാസം 50 മുട്ടകൾ വരെ കിട്ടാറുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന വിപണി പോത്തങ്കോട് മാർക്കറ്റ് തന്നെയാണ്. പ്രകൃതിയെ മാത്രം സ്നേഹിക്കാൻ അറിയുന്ന ഈ കർഷകനും കുടുംബവും മണ്ണിനെ മറന്നുപോയ ന്യൂജൻ കാലഘട്ടത്തിൽ ഒരു മികച്ച മാതൃകയാണ്.